രാവിലെ നമ്മൾ പാസ്തയുടെ പണിപ്പുരയിലായിരുന്നു കേട്ടോ. എന്നാന്ന് ചോദിച്ചാലേ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഇന്നലെ വൈകുന്നേരമാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ പെട്ടെന്നൊന്നും കരുതാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തുന്ന രാവിലെ പിള്ളേർക്ക് ഇഷ്ടമുള്ള സംഭവം ഇതാണ്. അപ്പോൾ ഇതാകുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ 3 പേര് ഉറക്കം തെളിഞ്ഞ് എണീറ്റ് വരുമ്പോൾ എടുത്ത് കഴിച്ചോളും. ഞാൻ ഇന്നലെ രാത്രി അവരോട് പറഞ്ഞു വെച്ചു, എണീറ്റ് വരുമ്പോൾ കഴിക്കണം, ഇങ്ങനെ അമ്മ എടുത്ത് വെക്കുന്നൊക്കെ. മുന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് കേട്ടാൽ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒറ്റ ഓട്ടം ഓടിയാൽ മതി. ഇപ്പോൾ അത് പറ്റിയല്ലോ. കുട്ടീസ് വന്നതിന് ശേഷമുള്ള മാറ്റമാണ് ഇതൊക്കെ. എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചില്ലെങ്കിൽ എവിടെയും പോകാനുള്ളൊരു മനസ്സ് വരില്ല. ഇന്നലെ എനിക്കൊരു പറ്റി. ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഗ്രാൻഡ് പേരൻസ് 2 പേരും മരിച്ച ആ ഒരു മാസങ്ങൾ വരുവാണ്. അവർ 2 പേരുടെ കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി ഇടദിവസം ഒരു കുർബാന കൂടണമെന്ന് ഇന്നലെ വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞാൻ പള്ളിയിൽ പോകാൻ എല്ലാം റെഡി ആയപ്പോഴാണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ കോൾ വന്നത്. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് പള്ളിയിലേക്ക് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് രാവിലെ ഫുള്ള് പണിയായി. തിരിച്ചു വന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ചോറും വെച്ചില്ല. ഞാൻ സാധാരണ വൈകുന്നേരം വെച്ച് വെക്കും ചോറൊക്കെ. അതാകുമ്പോൾ രാവിലെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടാൽ മതിയല്ലോ. ഇന്നിപ്പോൾ അതുകൊണ്ട് എല്ലാം രാവിലെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് പണികളൊക്കെ തീർന്നു. ഇപ്പം ഇറ്റാലിയൻ പാസ്ത ഉണ്ടാക്കുന്ന ഷെഫ്മാരോടൊക്കെ സോറി ചോദിച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വേഗം ഇട്ട് ഉണ്ടാക്കിയതാണ്. വെളുത്തുള്ളിയൊക്കെ കുനുകുന അരിയണം എന്നൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ കുനുകുനയൊന്നും അരിഞ്ഞില്ല. അരിയാൻ പറ്റുന്ന പോലെയൊക്കെ അരിഞ്ഞങ്ങ് ഇട്ടു. എന്നിട്ട് ഇതിനകത്ത് ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലായിരുന്നു. പാർമേസൻ ചീസ്. അതിന് അങ്ങനെ തന്നെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണ് പറയുന്നത്. അത് ഇട്ടില്ല അതിനകത്ത്. എന്നാലും കുഴപ്പമില്ല, പിള്ളേരെ പറ്റിക്കാൻ തൽക്കാലം ഇതൊക്കെ മതി. ആ ഒരു വെള്ള കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻ്റർവ്യൂവിന് പോയിട്ടൊക്കെ വന്നിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.